കർഷകരുടെ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ശംഭു അതിർത്തിയിലേക്കാണ് മാർച്ച്. മിനിമം താങ്ങുവില നിയമപരമാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചാബിൽ ട്രാക്ടർ റാലിക്ക് കർഷകർ ആഹ്വാനം ചെയ്തത്. സ്വാതി ചേരുകയാണ്. സ്വാതി, പഞ്ചാബിൽ ട്രാക്ടർ റാലി തുടങ്ങിയിരിക്കുന്നു. ശംഭു അതിർത്തിയിലേക്കാണ് റാലി നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഏത് വിധത്തിലും തടയുക എന്നത് തന്നെയാണോ ഇന്നും സർക്കാരുകളുടെ ലക്ഷ്യം, പ്രത്യേകിച്ചും ഹരിയാനയുടെ അതിർത്തിയിലേക്കൊക്കെ വരുമ്പോൾ? തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 3 തവണയാണ് കർഷകർ ഈ ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോയത്. എന്നാൽ 3 തവണയും പോലീസ്, ഹരിയാന പോലീസും കേന്ദ്ര സർക്കാരും ഈ കർഷകർക്ക് അനുമതി നിഷേധിച്ച സാഹചര്യമുണ്ട്. ശംഭു അതിർത്തിയിൽ വെച്ച് തന്നെ അവരുടെ മാർച്ച് തടഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ട്രാക്ടർ റാലി സംഘടിപ്പിക്കാൻ വേണ്ടി കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തത്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ട്രാക്ടർ റാലി തുടങ്ങിയിട്ട്. എന്തായാലും പോലീസ് ഈ ട്രാക്ടർ കടത്തിവിടുമോ എന്നുള്ളതിൽ വലിയൊരു ആശങ്ക കർഷകർ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അവർക്ക് മുന്നോട്ട് പോകാനോ പ്രതിഷേധിക്കാനോ ഉള്ള അവസരം കർഷകർക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിനു നേരെയും പോലീസ് ഇവർക്ക് അനുമതി നിഷേധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കർഷകർ അവരുടെ വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മിനിമം താങ്ങുവില നിയമപരമാക്കുക ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാന ആവശ്യങ്ങളാണ് കുറേ നാളുകളായി കർഷകർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി ഖനൗരി അതിർത്തിയിൽ കുറേ നാളുകളായി കർഷകർ സമരത്തിലാണ്. നിരാഹാര സമരമടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. കർഷകരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, നിരാഹാരം കിടക്കുന്ന കർഷകർക്ക് വൈദ്യസഹായം അടക്കം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘത്തിന്റെ പ്രതിനിധികൾ കർഷകരുമായി ചർച്ച നടത്തുകയും കർഷകരെ നേരിട്ട് കണ്ട് വൈദ്യസഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിലേക്ക് കർഷകർ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. മനു, ശരി സ്വാതി, വിവരങ്ങൾ നൽകിയത്.